ഹായ് ഫ്രണ്ട്സ്, ഇത് നമുക്ക് വളരെ ഹെൽത്തിയായ ഒരു കേരള സ്റ്റൈൽ സ്പിനച്ച് തോരൻ തയ്യാറാക്കാം. ഞാനിവിടെ 2 കെട്ട് സ്പിനച്ചാണ് എടുക്കുന്നത്. ഇത് നമുക്ക് ആദ്യം ഒന്ന് വാഷ് ചെയ്യാം. ഏത് ടൈപ്പ് സ്പിനച്ച് ആണെങ്കിലും നമ്മൾ വാഷ് ചെയ്യുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പുപൊടി കൂടി വെള്ളത്തിൽ ചേർത്ത് ഒരു 30 മിനിറ്റ്സ് എങ്കിലും കുറഞ്ഞ ഒരു 30 മിനിറ്റ്സ് എങ്കിലും വെള്ളത്തിൽ മുക്കി വെക്കുന്നത് വളരെ ബെറ്റർ ആയിരിക്കും. കാരണം ഇതിൽ എന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് പൊക്കോളും. അതിനുവേണ്ടിയാണ് നമ്മൾ മഞ്ഞൾ പൊടി ആഡ് ചെയ്യുന്നത്. ഇത് നമുക്കൊരു 30 മിനിറ്റ്സ് ഈ വെള്ളത്തിൽ തന്നെ മുക്കി വയ്ക്കാം. 30 മിനിറ്റ്സ് കഴിഞ്ഞ് ഇത് നമുക്ക് വേറൊരു വെള്ളത്തിൽ നന്നായി കഴുകിയെടുക്കാം. ഇനി കഴുകിയെടുത്ത സ്പിനാച്ച് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്യാം. ഇതുപോലെ ചെറുതായി കട്ട് ചെയ്യുന്നതാണ് നമുക്ക് ടേസ്റ്റും അതുപോലെ തന്നെ കാണാനായിട്ട് ഭംഗി. ഇങ്ങനെ നമുക്ക് എല്ലാ സ്പിനാച്ചും ചെറുതായി കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത ശേഷം ഞാനത് വേറൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. അത് നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം വളരെ ചെറുതായിട്ടാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമുക്ക് കാണാനായിട്ട് ഒരു ഭംഗി. ഇത് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. കോക്കനട്ട് അതുപോലെ തന്നെ ഗ്രീൻ ചില്ലി, ഇനി കുറച്ച് ഉപ്പുപൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് അരപ്പിനായിട്ട് വേണ്ടത്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സ്പിനാച്ചിലേക്ക് ഈ അരപ്പ് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി എല്ലാ കളർ ഇഷ്ടമില്ല എന്നുള്ളവർക്ക് മഞ്ഞൾ അവോയ്ഡ് ചെയ്യാം കേട്ടോ. ഇത് 2 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ സ്പിനാച്ചിലേക്ക് അരപ്പ് നന്നായിട്ട് ചേർത്ത് പിടിപ്പിച്ച് കൊടുക്കാം. ഇനി ഒരു പാനിൽ നമുക്ക് എണ്ണ ചൂടാക്കാം. എണ്ണ ചൂടാക്കി എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. ആ കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴേക്കും ഇത് നന്നായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സ്പിനാച്ച് കൂടി നമുക്ക് ചേർക്കാം. സ്പിനാച്ച് ചേർത്ത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പുപൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റ് മുതൽ 3 മിനിറ്റ് വരെ അടച്ച് വെച്ച് ഇങ്ങനെ തന്നെ വേവിക്കാം. അടച്ച് വെച്ചെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഒന്നുകൂടി ഇളക്കി കൊടുക്കുന്നത് ബെറ്റർ ആയിരിക്കും. വളരെ സിമ്പിളാണ്. ഒരു 5 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 6 മിനിറ്റ്സിനുള്ളിൽ തന്നെ നമ്മുടെ സ്പിനാച്ച് തോരൻ നമുക്ക് റെഡിയായി കിട്ടും. ഇതാണ് നമ്മുടെ ഹെൽത്തി ടേസ്റ്റി സ്പിനാച്ച് തോരൻ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.